മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ ബാർ ഹോട്ടൽ ബിസിനസ്സിൽ ഓഹരിയും ലാഭവിഹിതവും വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയെന്ന് പരാതി. കൊച്ചി പനങ്ങാട് സ്വദേശി ബാലചന്ദ്രന്റെ പരാതിയിൽ 6 പേർക്കെതിരെ കേസെടുത്തു. പനങ്ങാട് പോലീസാണ് കേസെടുത്തത്. പനങ്ങാട് സ്വദേശി ബാലചന്ദ്രനിൽ നിന്ന് തട്ടിയെടുത്തത് 2.4 കോടി രൂപയാണ്. 2,40,00,000 രൂപയാണ് തട്ടിയെടുത്തത്. തേവരയിലെ ഹൈഫ്ലൈ ബാർ, സ്പൈസസ് റൂട്ട് റെസ്റ്റോറന്റ് എന്നിവരുടെ പകുതി ഓഹരി വാഗ്ദാനം ചെയ്തായിരുന്നു ഈ തട്ടിപ്പ് നടത്തിയത് എന്നാണ് അദ്ദേഹം ഉന്നയിക്കുന്ന പരാതി. തട്ടിപ്പ് സംഘം വാഗ്ദാനം ചെയ്തത് 50% ഓഹരിയും ലാഭവിഹിതവുമാണ്. പണം നിക്ഷേപിക്കാൻ ഇടനില നിന്നത് ഓഡിറ്ററായിരുന്ന രാജീവ് പൈ എന്ന വ്യക്തിയാണെന്നും ഇവർ ആരോപിക്കുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് രാജീവ് പൈ, പുള്ളി ഇവിടുത്തെ ഒരു ഓഡിറ്ററാണ്, ഒരു ഫേമസ് ഓഡിറ്ററാണ്. അപ്പോൾ പുള്ളിയുടെ സ്ഥാപനം എന്ന് പറയുന്നത് രാജീവ് പൈ ആൻഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു ദിവസം എന്നെ കൂട്ടി ഹാർബർ വ്യൂ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ MD ബാബു സി ജോർജിനെയും ഹോട്ടലിൽ 10 വർഷം ലീസ് എടുത്തിരിക്കുന്ന ഷൗക്കത്ത് അലി എന്ന് പറഞ്ഞ കണ്ണൂരുള്ള ഒരാളുമായിട്ട് പരിചയപ്പെടുത്തി. ഇത് ഭയങ്കര ലാഭമുള്ളൊരു ബിസിനസ്സാണ്. അപ്പോൾ രാജീവ് പൈ പറഞ്ഞു, ഇവരെ രണ്ടുപേരുടെ ഓഡിറ്റർ ഞാനാണ്, വളരെ ലാഭമുള്ള ബിസിനസ്സാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് 2,40,00,000 രൂപ സ്പെൻഡ് ചെയ്യും. ഞാനൊരു മാസം കൂടി ഇല്ലായിരുന്നു, ഞാൻ അമേരിക്കയ്ക്ക് പോയിരിക്കുകയായിരുന്നു. ആ സമയത്ത് ജോലിക്കാരുടെ പേരിൽ കുറേ QR കോഡ് ഉണ്ടാക്കി ഈ ഷൗക്കത്ത് അലി ഇതിനകത്തുനിന്ന് നല്ലൊരു ശതമാനം ക്യാഷ് കളക്ട് ചെയ്ത് പുള്ളി ദുബായിക്ക് പോയി കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ബാബു സി ജോർജിനെ ഞാൻ തിരക്കി അന്വേഷിച്ചപ്പോൾ പുള്ളിക്ക് സുഖമില്ലാതിരിക്കുകയാണെന്നും പുള്ളിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നും ഇനി തൊട്ട് ഇതിൻ്റെ MD ഞാനാണെന്ന് പുള്ളിയുടെ മകള് രേഖ സി ജോർജ് പറഞ്ഞു. അങ്ങനെ ഇവരെ രണ്ടുപേരെയും കിട്ടാതെ വന്നപ്പോൾ ഞാൻ പോയി ഇവിടെ പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് രജിസ്റ്റർ ചെയ്തു. ഇവർ 3 പേരും കൂടെ ശരിയായ ഒരു ഗൂഢാലോചന ചെയ്തിട്ട് മനഃപൂർവ്വം എന്നെ ചതിച്ചതാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. ഇതിൻ്റെ ഒരു ലാഭവിഹിതവും കിട്ടിയിട്ടില്ല. മാക്സിമം പൈസ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നിടത്തോളം അവർ വാങ്ങി. ഓഡിറ്ററാണ് ഇതിൻ്റെ മെയിൻ കണ്ണി. ഓഡിറ്റർ പറഞ്ഞ് ഞാൻ രണ്ടുപേരുടെ ഓഡിറ്ററാണ്, ബാബു സി ജോർജിന്റെ ഓഡിറ്ററുമാണ്, ഷൗക്കത്ത് അലിയുടെ ഓഡിറ്ററാണ്. വളരെ ലാഭത്തിലോടുന്ന കമ്പനിയാണ്, വളരെ നല്ല ആൾക്കാരാണ്, മുത്തു പോലത്തെ ആൾക്കാരെന്നൊക്കെയാണ് എന്നോട് വിശദീകരിച്ചത്. ആജ്ഞ രവീന്ദ്രൻ ഉണ്ട്. ആജ്ഞ, എന്താണ് ഈ പരാതി, ഇതിന്റെ വസ്തുത, ഇതിന്റെ മറുഭാഗവും എന്താണ്? കാര്യം നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. സത്യത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പനങ്ങാട് പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 6 പേർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ സംസാരിച്ചപ്പോഴും ഇത്തരത്തിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആൾ, പനങ്ങാട് സ്വദേശിയായ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആളെ കബളിപ്പിക്കാൻ കൂട്ടുനിന്ന് തന്നെയാണ്. അതായത് മനഃപൂർവ്വം കബളിപ്പിച്ച് ഈ 2,40,00,000 രൂപ തട്ടിയെടുക്കാൻ ഈ ഓഡിറ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ, അതായത് ഓഡിറ്ററെയാണ് ഇദ്ദേഹത്തിന് ഈ കൂട്ടത്തിൽ പരിചയമുണ്ടായിരുന്നത്. അപ്പം അദ്ദേഹവും ഈ ഓഡിറ്റർ എന്ന് പറയുന്ന രാജീവ് പൈ എന്ന് പറയുന്ന ആളും ഇതിൽ 50,00,000 രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്. വളരെ ലാഭമുള്ള ഒരു ബിസിനസ്സാണ് ഈ 2 ഹോട്ടലുകളുടെ. അതായത് കൊച്ചിയിലെ ഹൈഫ്ലൈ ബാറും സ്പൈസസ് റൂട്ട് റെസ്റ്റോറൻറ്റിൻ്റെയും ഓഹരി, അതായത് 50% ഓഹരി വാങ്ങുക എന്നുള്ള തരത്തിലേക്കാണ് ഈ 2,40,00,000 രൂപ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ രാജീവ് പൈ എന്ന് പറയുന്ന ഓഡിറ്ററും ഇതിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് ഇദ്ദേഹത്തെ വിശ്വസിപ്പിച്ചിട്ടാണ് ഈ പറയുന്ന 2 മാനേജർമാരായ MDമാരായിട്ടുള്ള ഷൗക്കത്ത് അലിയും അതുപോലെ തന്നെ മാത്യു സി ജോർജും, ഇവർ 2 പേരും ഇതുമായി ബന്ധപ്പെട്ട ആളുകളാണ്. വലിയ നേട്ടമുണ്ടാക്കുന്ന ഒരു ബിസിനസ്സാണ്. ഈ 2 പേരുടെ ഓഡിറ്ററാണ് താനെന്നാണ് രാജീവ് പൈ ഇദ്ദേഹത്തെ വിശ്വസിപ്പിച്ചത്. അതിനുശേഷമാണ് ഇദ്ദേഹം ഈ ബിസിനസ്സുമായി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കരാറുകൾ ഒപ്പിടുന്നതും പണം കൈമാറുന്ന സാഹചര്യത്തിലേക്ക് മാറിയത്. എന്തായാലും 2,40,00,000 രൂപ അദ്ദേഹം കൈമാറി എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല, നമുക്ക് ലഭിച്ചിരിക്കുന്ന രേഖകൾ അനുസരിച്ച് പരാതിക്കാരൻ ബാലചന്ദ്രൻ തന്നെ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ബാലചന്ദ്രൻ, താങ്കൾക്ക് ഇവർ നൽകിയ എല്ലാ ഉറപ്പുകളും ലംഘിക്കപ്പെട്ടു. അങ്ങനെയാണോ താങ്കൾ ഈ പരാതിയുമായി മുന്നോട്ട് പോയത്? ഇവര് ലാഭവിഹിതം തരാമെന്ന് പറഞ്ഞു. അതിനുശേഷം യാതൊരു പൈസയും തരാതെ എന്നിൽ നിന്ന് മാക്സിമം പൈസ അവർ കളക്ട് ചെയ്തിരിക്കുകയും ചെയ്തു.
അല്ല, ഈ പറഞ്ഞ രീതിയിലുള്ള ഓഹരിയോ അത്തരം രേഖാപ്രകാരമുള്ള ഇടപാടുകളൊന്നും നടന്നില്ല. എനിക്ക് തന്നിരുന്നു. അത് ഓഹരിയായിട്ട് 50% ഓഹരി എഴുതി തന്നു. അത് ഞാൻ കമ്പനി സെക്രട്ടറിയെ കാണിച്ചിട്ട് ROC നോക്കുമ്പോ ഇത് കരിമ്പട്ടികയിൽപ്പെട്ട ഒരു കമ്പനിയാണെന്നും ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞു. അപ്പോഴാണ് മനസ്സിലാക്കിയത് ശരിയായ രീതിയിലുള്ളൊരു തട്ടിപ്പാണെന്ന്. ഓക്കെ, ഇതിൽ പോലീസിന്റെ നടപടി എന്താണ്? ഏത് തരത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്? ഞാൻ പോലീസിൽ പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞ് പരാതി കൊടുത്തു. അത് കേസെടുത്തു, അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, അതാണ്. എന്തായാലും ഇത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇത് പ്രധാനപ്പെട്ട ഹോട്ടൽ ശൃംഖലയാണോ? താങ്കൾ ആ ഹോട്ടലിന്റെ ഒരു വിശ്വാസ്യത കണ്ടിട്ടാണോ അവിടെ പണം മുടക്കാൻ ഇറങ്ങിയത്? അതെ, ഈ ഹോട്ടലിന്റെ MD ബാബു സി ജോർജ് എന്നോട് പറഞ്ഞു, തീർച്ചയായിട്ടും ഈ ഷൗക്കത്ത് അലി എന്ന് പറഞ്ഞ പുള്ളിക്ക് 10 വർഷത്തേക്ക് റെന്റിന് ലീസിന് കൊടുത്തതാണ് ഈ ഹോട്ടലെന്നും പുള്ളിയെ കൊണ്ടത് ഇനി നടത്താൻ പറ്റില്ല, അതുകൊണ്ട് ബാലേന്ദ്രൻ തന്നെ മുൻകൈ എടുത്ത് ഇത് നടത്തണം എന്നൊക്കെ പറഞ്ഞ് വളരെ വാഗ്ദാനം തന്നതിന് ശേഷമാണ് ഈ പൈസ എല്ലാം വാങ്ങിയത്. അതിനുശേഷം പിന്നെ പുള്ളിയെ വിളിക്കുമ്പം പുള്ളിയുടെ ഫോൺ അറ്റൻഡ് ചെയ്യുന്ന പുള്ളിയുടെ മകള് രേഖ സി ജോർജ്, അവരെല്ലാം ഓപ്പോസിറ്റ് ആയിട്ടാണ് സംസാരിച്ചത്. അവസാനം ലിക്കർ സപ്ലൈ ചെയ്യാതെ അവിടെ ക്ലോസ് ചെയ്യുക ചെയ്തത്. ഓക്കെ, ഈ പരാതിയുമായി മുന്നോട്ട് പോയതിനു ശേഷം ഇവരാരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ? ആരും ബന്ധപ്പെട്ടിട്ടില്ല. ഇല്ല. താങ്കൾക്ക് ഇത് ഉറപ്പുണ്ടോ? താങ്കൾക്ക് നീതി കിട്ടുമെന്നൊരു ഉറപ്പുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ എല്ലാം ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ട്, ഞാൻ ലോൺ എടുത്ത പൈസയായിരുന്നു, എല്ലാം ഞാൻ ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. യെസ്, എന്തായാലും വളരെ നന്ദി പ്രതികരിച്ചതിന്. ആജ്ഞ, ഈ പരാതിയിലെ പോലീസ് അന്വേഷണം എവിടം വരെ എത്തി? അത്തരം കാര്യങ്ങൾ നമുക്ക് ലഭ്യമാവുന്നുണ്ടോ? സജിത്ത്, കഴിഞ്ഞ ദിവസം പനങ്ങാട് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിരുന്നു. എന്തായാലും ഈ ഒരു ഷെയർ പർച്ചേസ് എഗ്രിമെന്റിന്റെയും അതുപോലെ തന്നെ ഇവര് പണം കൈമാറിയതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെയും റീകോൺസ്റ്റിറ്റ്യൂഷൻ ഡീഡിന്റെയും കോപ്പികളൊക്കെ പോലീസ് സ്റ്റേഷന് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇത് ഈ പറഞ്ഞതുപോലെ കരിമ്പട്ടികയിൽ ഉൾപ്പെട്ട ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരാളെ ഓഹരിയുടെ 50% എടുക്കുക, അതല്ലെങ്കിൽ ലാഭവിഹിതത്തിന്റെ 50% നൽകാമെന്ന് പറഞ്ഞു പറ്റിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഉണ്ടായിരുന്ന പണം തട്ടിയെടുത്തത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി ഒരു കമ്പനി എന്നുള്ള നിലയിൽ അതിന് അതായത് അതിന് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മറ്റൊരാളുടെ കയ്യിൽ നിന്നും അതിന് ഓഹരി അദ്ദേഹത്തിന് നൽകുക, അതിൽ നിന്നും പണം ശേഖരിക്കുക എന്ന് പറയുന്നത് കുറ്റകരമായ ഒരു ഇടപാടാണ് എന്ന് തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആൾ വളരെ വ്യക്തമായ തെളിവുകളോട് കൂടി തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ മറ്റ് നിയമ സംവിധാനത്തെ തന്റെ സഹായത്തിന് വേണ്ടി സമീപിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ തട്ടിപ്പ് നടന്നു എന്നുള്ള ഒരു സൂചന തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് നൽകുന്നത്. കാരണം ഈ പറയുന്നത് പോലെ ഷെയർ പർച്ചേസ് എഗ്രിമെന്റിന്റെ കോപ്പി അതിൽ കൃത്യമായി പറയുന്നുണ്ട് എന്തൊക്കെ സാധ്യതകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ സാഹചര്യത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഡീഡ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു കമ്പനിയിൽ ഏതൊക്കെ തരത്തിൽ ഷെയറിന്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ കമ്പനിയുടെ നടത്തിപ്പിന്റെ കാര്യത്തിലായാലും മാറ്റങ്ങൾ വരുത്താനുള്ള അവകാശപത്രം കൂടിയാണ് ഒരാൾക്ക് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഡീഡ് നൽകുമ്പോൾ ഉണ്ടാകുന്നത്. അതും നൽകിയിട്ടുണ്ട്, അത് നമുക്ക് വ്യക്തമാണ്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്. ഷൗക്കത്ത് അലിയും ബാബു സി ജോർജും ചേർന്ന് ഈ ഷൗക്കത്ത് അലി കണ്ണൂർ പാരഡൈസ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്ന ആളാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഈ ഹൈഫൈ ബാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന് അത് നടത്താനുള്ള ശേഷിയില്ല എന്ന് പറഞ്ഞ് ഇതിന്റെ MD ആയിരുന്ന ബാബു സി ജോർജാണ് അദ്ദേഹത്തെ, അതായത് ബാലചന്ദ്രൻ ഈ കേസിൽ ഇത് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയും അത് ഈ രാജീവ് പൈ എന്ന് പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ട്. ശരി, അതാണ് സാഹചര്യം. എന്തായാലും 2.4 കോടി രൂപ നഷ്ടപ്പെട്ടു എന്നതാണ് പരാതിക്കാരൻ ഉന്നയിക്കുന്നത്. ഇതിന്റെ മറുവാദം തീർച്ചയായും ഞങ്ങൾ ശ്രമിച്ചിരുന്നു. രാജീവ് പൈ അടക്കമുള്ള ഇടനിലക്കാർ എന്താണ് അവരുടെ വാദം കൂടി കേൾക്കാൻ, പക്ഷേ അവരെ ടെലിഫോണിൽ ലഭ്യമാവുന്നില്ല. വരുന്ന ബുള്ളറ്റിനുകളിലും ലഭ്യമാവും. എന്തായാലും പരാതിക്കാരൻ ഉന്നയിക്കുന്ന അദ്ദേഹത്തിന്റെ ആക്ഷേപമാണിത്. ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ്. മറുവാദം വ്യക്തത വരേണ്ടതുണ്ട്. അക്കാര്യത്തിൽ വ്യക്തത ഞങ്ങൾ തേടുകയാണ്. ഇടവേളയാണ്.